മല്ലപ്പള്ളി കോമളം റോഡിൽ ഗസ്റ്റ് ഹൗസിന് സമീപം തേരടപ്പുഴ കലുങ്കിന് സമീപം വീണ്ടും അപകടം. ദിവസങ്ങൾക്ക് മുൻപ് അധ്യാപകനായ യുവാവ് മരിച്ചതിന് സമീപത്താണ് ഗുഡ്സ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ വാഴൂർ സ്വദേശിയായ അധ്യാപകന്റെ മരണം സംഭവിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് മല്ലപ്പള്ളി കോമളം റോഡിൽ ഗസ്റ്റ് ഹൌസിന് സമീപം തേരടപ്പുഴ കരിങ്കിന്റെ ഭാഗത്തുള്ള കൊടും വളവിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. ഇതോടെ ഇവിടം സ്ഥിരം അപകട മേഖലയായി മാറിയിരിക്കുകയാണ്. അന്ന് വാഴൂർ കൈലാത്തുകവല പള്ളിക്കമുറിയിൽ അരവിന്ദ് പി മധുവാണ് മരിച്ചത്. ഇതിനുശേഷം ഈസ്റ്റർ ദിവസം ഗുഡ്സ് വാഹനം നിയന്ത്രണം വിട്ടാണ് ഇവിടെ അപകടം ഉണ്ടായത്. മുൻപും അപകട മരണങ്ങൾ നടന്നിട്ടുള്ള ഇവിടെ ഗതാഗത സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മല്ലപ്പള്ളിയിൽ നിന്നും തുരുത്തിക്കാട് കോളേജ് അതുപോലെ തന്നെ പടതോട് ജംഗ്ഷൻ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോഡാണ് ഈ റോഡെന്ന് പറയുന്നത്. അതിൽ ഈ ആനക്കുഴി പ്രദേശം എന്ന് പറയുന്നത് ഈ വഴിയുടെ ഇന്നലെ അപകടം നടന്ന സ്ഥലം ഉൾപ്പെടെ വലിയൊരു അപകട സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ മുകളിൽ നിന്ന്, അതായത് മല്ലപ്പള്ളിയിലേക്ക് വരുമ്പോൾ രാത്രിയാണെങ്കിൽ അവിടെ മതിയായ റിഫ്ലക്ടറുകൾ ഉൾപ്പെടെ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അശാസ്ത്രീയമായിട്ടുള്ളൊരു നിർമ്മാണത്തിലുണ്ടായിട്ടുള്ള ചില ചെറിയ പിഴവുകൾ വലിയ അപകടത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച റോഡിലൂടെ അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് വളവിൽ ബ്രേക്ക് ലഭിക്കാതെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം സംഭവിക്കുന്നത്. മല്ലപ്പള്ളി ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾക്കാണ് അപകട സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഇടത്തേക്കുള്ള കൊടും വളവ് ദൃശ്യമാകുന്നത്. ഇതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. റോഡിൽ ഹമ്പുകളും സ്പീഡ് ബ്രേക്കറുകളും സ്ഥാപിച്ച് ഈ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ വേഗത കുറച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം. എന്നാൽ അധികാരികൾ ഇതിന് ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. രാത്രി വരുന്ന വാഹനങ്ങൾക്ക് റോഡ് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ റോഡിന് വശത്തുള്ള ഡിവൈഡറിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കണം. റോഡ് ഉന്നത നിലവാരത്തിൽ പണിതെങ്കിലും അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ ഈ റോഡിൽ ഇല്ല എന്നതാണ് സത്യം. ഈ റോഡിൽ മികച്ച പഠനം നടത്തി അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും വൻ അപകടങ്ങൾക്ക് ഈ ഭാഗം സാക്ഷ്യമാകേണ്ടി വരും.